ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്ക് മുട്ട വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി 4 മണി പലഹാരമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളമുള്ള വെളിച്ചെണ്ണയാണ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതേപോലെ കുറച്ച് ഇഞ്ചി ഒന്ന് കൊത്തി അരിഞ്ഞതും, അതേപോലെ തന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞതും, ഒരു എരിവുള്ള ഒരു ചെറിയ പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ ജസ്റ്റ് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, എല്ലാം ഒന്ന് മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു മീഡിയം സൈസിലെ സവാള ഇതേപോലെ ഒന്ന് കൊത്തി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴണ്ട് ബ്രൗൺ ഷെയ്ഡൊന്നും ആവേണ്ട, ഒന്ന് നല്ല രീതിയിൽ സവാളയൊന്ന് വാടി വന്നാൽ മതിയേ. അപ്പോൾ ഇവിടെ കണ്ടോ, നമ്മുടെ സവാള നല്ല രീതിയിലൊന്ന് വാടി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പൊടി ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യമേ തന്നെ ഒരു 1/4 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണോളമുള്ള കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ തന്നെ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണം നല്ല രീതിയിലൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, നമ്മളുടെ ആ മസാലയുടെ പച്ചമണമൊക്കെ മാറി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയുടെ മഞ്ഞക്കരു. ഞാനൊരു 5 മുട്ട പുഴുങ്ങി 2ആയിട്ട് വരഞ്ഞ് അതിൻ്റെ അകത്തുള്ള മഞ്ഞക്കരുവൊക്കെ മാത്രം എടുത്തിട്ട് വെള്ളക്കരു എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു മഞ്ഞക്കരു ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതിലേക്കൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രീതിയിലൊന്ന് ഉടച്ച് റെഡിയാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊന്നിട്ട് കൊടുക്കുക. ഉപ്പൊന്നിട്ട് കൊടുത്തതിന് ശേഷം ഇപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിലൊന്ന് തണുത്തിട്ടുണ്ട്. അപ്പം കൈ ഉപയോഗിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നല്ല രീതിയിൽ ആ ഉപ്പും എല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രീതിയിൽ ഞാനൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്ന് നോക്കാം. എനിക്കിപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. നിങ്ങൾക്ക് ഈ ടൈമിൽ ഉപ്പില്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മളുടെ മസാല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം കണ്ടോ, ഇതേപോലെ ഒരു 5 മുട്ട ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതേപോലെ ഒന്ന് കീറിയാണ് മഞ്ഞക്കരു നമ്മളെടുത്തത്. വെള്ളക്കരു ഇതേപോലെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു ബൗൾ വെച്ചു. ബൗളിലേക്ക് ഞാനൊരു 1/2 കപ്പോളമുള്ള മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് അത്യാവശ്യം നല്ല ലൂസ് ബാറ്ററായിട്ട് തന്നെ നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, നല്ലൊരു ലൂസ് ബാറ്ററായിട്ടാണ് ഞാൻ കലക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഇതേപോലെ നല്ല ലൂസായിട്ട് വേണം നിങ്ങളിത് കലക്കിയെടുക്കുക. അപ്പോൾ ഇവിടെ നമ്മളുടെ മാവ് റെഡി ആയിട്ടുണ്ട്. വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു മസാലയുടെ മിക്സ് അതിൽ നിന്നും കുറച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കണേ. ഇതേപോലെ ഒന്ന് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് തന്നെ വേണം, ഒന്ന് വെളിയിലേക്കൊന്നും പോകാതെ റെഡിയാക്കി എടുക്കാൻ. ഇപ്പോൾ ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കലക്കി വെച്ചിരുന്ന ആ ഒരു ബാറ്ററില്ലേ, ഇതിലേക്ക് നല്ല രീതിയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം എണ്ണ ചൂടാക്കി വെക്കണം. ചൂടാക്കി വെച്ചതിന് ശേഷം ഡയറക്റ്റ് എണ്ണയിലേക്കിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇപ്പം നമുക്ക് ഇനി ബാക്കി വയ്ക്കുന്ന എല്ലാം ഇതേപോലെ തയ്യാറാക്കി എടുക്കുക. അപ്പോൾ ഇവിടെ എണ്ണ ചൂടായി ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ആ ഒരു മുട്ടയുടെ ഇത് ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. വീണ്ടും ഞാൻ ഒരെണ്ണം അതേപോലെ തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കുക. 2 എണ്ണം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചുവിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുത്താൽ മതിയേ. കണ്ടോ, ഇപ്പോൾ ഇവിടെ നല്ല രീതിയിലൊന്ന് മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഒരുപാട് കുക്കാകാനൊന്നുമില്ല, റെഡിയായി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് ഇങ്ങി കോരി മാറ്റാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് ഇതിൻ്റെ അകത്തെ ആ ഫില്ലിങ് ഈ ഒരു മുട്ടയുടെ കൂടെ കഴിക്കാനും ആ ഒരു കോട്ടിങ്ങും ഒക്കെ വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നമ്മളുടെ ചായയുടെ കൂടെ കഴിക്കാൻ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് തരിക. അപ്പോൾ ഇതേപോലെ ഒരു പുതിയ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.